ഫെസിലിറ്റീസ് ആക്കിയിലൂടെ നിന്റെ അമ്മ. ഇന്നും ആ ഫയറൊക്കെ ഉണ്ടോടാ? ആരായാലും ഇത്രയും കാലം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ദേഷ്യം വരുന്ന സ്വാഭാവികമാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഡോക്ടർ ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ടേക്ക് കെയർ. എന്റെ അമ്മ എന്തിനെ കൊന്നത്? എന്താ പറഞ്ഞത്? എന്റെ അമ്മയെ നീ എന്തിനാണ് ക്രൂരമായി കൊന്നു കളഞ്ഞതെന്ന്? നിന്റെ അമ്മ മരിച്ചോന്നോ? എന്തൊക്കെ നീ പറയുന്നത്? സ്വബോധം നഷ്ടപ്പെട്ട് വഴിക്കരികിൽ കിടന്നിരുന്ന എന്റെ അമ്മയെ ഏതോ ഒരു നല്ല മനുഷ്യൻ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു. 9 മാസം അമ്മ കോമയിൽ കിടന്നത്. എന്നെ പ്രസവിച്ച ശേഷം എന്റെ അമ്മ മരിച്ചുപോയി. സേതു! വാ ഡിയർ മിറാക്കിൾ രാജ. 30 വർഷം മുമ്പ് നിന്നെ കണ്ട അതേ ഫിഗർ ഫ്രഷാണ്. എനിക്ക് കുറച്ച് വയസ്സ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. പക്ഷേ അതേ ദേഷ്യം, അതേ ശൗര്യം, അതേ പക. ഞാൻ വരുന്നതിന് മുമ്പ് നീ മരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നിനക്ക് നല്ലതിനായിരുന്നു. മര്യാദയ്ക്ക് മരിക്കാനുള്ള യോഗം പോലും ഇല്ലാത്ത ബാഡ് ലക്ക്. നിന്റെ മരണം എന്റെ കൈ കൊണ്ടാണെന്ന് എഴുതപ്പെട്ട് കഴിഞ്ഞു. Come on! ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു ക്രിമിനലായി വളരാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞപ്പോ അത് കേട്ട് സഹിക്കാതെ സ്വയം ആത്മഹത്യ ചെയ്ത് കളഞ്ഞു ഡിസ്കോ. അങ്ങനെയുള്ളപ്പോ നിന്റെ അമ്മയെ എങ്ങനെ കൊല്ലും? ഞാൻ എന്ത് ജീവിതമാണോ സ്വപ്നം കണ്ടത്, ആ സ്വപ്നങ്ങളാണ് നീ തല്ലി തകർത്തത്. എനിക്കുണ്ടായ ആ നഷ്ടങ്ങളുടെ വേദന എന്തെന്ന് നീയും ശരിക്കറിയണം. Feel it! എൻ്റെ കയ്യിൽ ഗണ്ണില്ലേ, അതിനകത്ത് ബുള്ളറ്റില്ലേ, അതുകൊണ്ട് വെടിവെച്ചാൽ ശരീരത്തിൽ കയറില്ലേ. 2 പേരെ ഞാൻ തന്നെ തീർത്തേക്കാം.
തെറ്റുപറ്റിപ്പോയി സേതു. എന്നെ കൊല്ലാൻ തീരുമാനിച്ചപ്പോഴേ ലഡാക്കിൽ വെച്ച് തന്നെ എന്നെ തുണ്ടം തുണ്ടമാക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് റെസ്റ്റ് ഇൻ പീസ് കിട്ടിയിട്ടുണ്ടാകും, നിനക്ക് പീസ് ഇൻ ലൈഫും കിട്ടിയിട്ടുണ്ടാകും. ലഡാക്കിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ സത്യമായിട്ട് നിന്നെ വെട്ടി തുണ്ടം തുണ്ടാക്കിയനെ. പക്ഷെ നീ രക്ഷപ്പെട്ടു. നുണ. മീനാക്ഷിനെ നീ കൊന്നപ്പോഴേ എൻ്റെ പാതി ജീവൻ നഷ്ടപ്പെട്ടതാ. സ്വന്തം പ്രാണന് വേണ്ടി കള്ളം പറയേണ്ട ഗതികേടൊന്നും ഈ സേതുവിനില്ലടാ. നിന്റെ ഭാര്യയെ ഞാൻ കൊന്നു. ജയിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ മറയാക്കി നിർത്തുന്നവനല്ല ഈ രാജ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മീനാക്ഷിയെ കൊന്നുകളഞ്ഞതാരാ? നീ ലഡാക്കിൽ വന്നിട്ടുമില്ല, ഞാൻ നിന്റെ ഭാര്യയെ കൊന്നിട്ടുമില്ല. പക്ഷെ ഇത് രണ്ടും സംഭവിച്ചു. എങ്ങനെ? ആരാണ് ചെയ്തത്? എന്റെ അമ്മയോട് നിനക്ക് ശരിക്കും സ്നേഹമുണ്ടോ? നിന്നോടും ഉണ്ടടാ. എന്തിനാ അയാളെ കൊന്നത്? 1 മണിക്കൂർ ഇടവിട്ട് എന്റെ ഫോൺ ചെന്നില്ലെങ്കിൽ എന്റെ വീട്ടുകാർ കൊല്ലപ്പെടും. റെക്കമെൻഡേഷൻ ആണോ? സംസാരിക്കടാ. ബ്രോ, എത്ര എമൗണ്ടാ ഡീൽ സംസാരിച്ചത്? പറയാൻ പറ്റില്ല, IT പ്രോബ്ലം. അഡ്വാൻസ് എത്ര വാങ്ങിച്ചത്? 25% ക്യാഷ്, 75% അബ്രോഡ് വിത്ത് 5% കമ്മീഷൻ. അങ്ങനെ നോക്കിയാൽ 75% ഇപ്പൊ ബാലൻസ് ഉണ്ടല്ലേ? ഇവരെ കൊന്നതിന് ശേഷം ഞങ്ങൾ വാങ്ങിച്ചോളാം. കാശ് തരണ്ടവൻ ചത്തുപോയ പിന്നെ നീ ആരുടെ വാങ്ങിക്കാം? അപ്രൂവൽ എന്നാണ് ചത്തു പോയോ സാർ? ആ ഫോട്ടോ വാട്സപ്പിൽ അയക്കാന്ന് പറ. എന്തിനാ ആവശ്യമില്ലത് വാട്സപ്പും കിട്സപ്പും? ഇതല്ല സാർ, ഞാൻ അങ്ങോട്ട് പടം അയച്ചിട്ട് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. പടം അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇവൻ വെറൊരു പപ്പറ്റ. ഇവനായിട്ട് കളിപ്പിക്കുന്നത് ആന്റണി ദാസ്, ബിഗ് ഡാഡി, ഗോവ. ഡാഡി, the buddy on the way.